വാട്ട്? ത്രിലോകിൻ്റെ മുഖം സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും വിടർന്നു. വായിച്ചു, സത്യാണോ? ത്രിലോക് വിശ്വാസം വരാതെ ചോദിച്ചു. സത്യം. വായുധ തൻ്റെ വയറിൽ മെല്ലെ തലോടി. നമ്മുടെ കുഞ്ഞിനെ ദൈവം നമുക്ക് തന്നെ തിരികെ തന്നു. അവളുടെ സ്വരം ഇടറിയിരുന്നു. ത്രിലോക് നിറഞ്ഞ കണ്ണുകൾ അടച്ചു. ഞാൻ വരാം, അത്രമാത്രം പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഗ്ലാസിന്മേൽ നെറ്റി മുട്ടിച്ച് കുറച്ചുനേരം അങ്ങനെ നിന്നു. തൻ്റെ കുഞ്ഞ്, തൻ്റെ ചോര. അവനൊന്ന് ചിരിച്ചു. ഡാ, നീ എന്താ അവിടെ ചാരി നിൽക്കുന്നേ? അജി പെട്ടെന്ന് കടന്നു വന്നപ്പോൾ ത്രിലോക് വേഗം കണ്ണുകൾ തുടച്ചു. നീ കരഞ്ഞോ? അജി സംശയത്തോടെ നോക്കി. ത്രിലോക് അലസമായി പറഞ്ഞു. എന്തിനാ കരഞ്ഞത്? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അപ്പച്ചി എന്ത് പറയാൻ? പിന്നെ എന്തിനാ അമ്മ വന്നത്? പഴയതൊക്കെ മറക്കാൻ, മറ്റൊരു വിവാഹം കഴിക്കാൻ, അതൊക്കെ പറയാൻ തന്നെ. ത്രിലോക് പുറത്തേക്ക് ഇറങ്ങി. ത്രിലോകിന് ലോകം തന്നെ കീഴടക്കിയ സന്തോഷമായിരുന്നു. സന്തോഷം എത്ര ഒളിപ്പിച്ചിട്ടും മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു തന്നെ നിന്നു. തൻ്റെ ക്യാബിനിൽ പെൻഡിങ് ഫയൽസ് നോക്കി ഇറങ്ങാൻ വല്ലാത്ത ധൃതി തോന്നി. എന്തോ സമയം പോവാത്ത പോലെ. എന്നിട്ട് നീ സമ്മതിച്ചോ? അജി പെട്ടെന്ന് ഡോർ തുറന്നു വന്നതും ത്രിലോക് ഞെട്ടലോടെ തൻ്റെ മുഖത്തെ ഭാവം മാറ്റി. ഗൗരവത്തോടെ മൂളി. അല്ല, അമ്മയല്ലേ ആള്? അപ്പോൾ വിജയായിരിക്കും പെണ്ണ്, അജി പറഞ്ഞു. ലാപ്പിൽ കീപാഡിൽ ഓടി നടന്ന വിരലുകൾ പെട്ടെന്ന് നിശ്ചലമായി. ത്രിലോക് അജിയെ നോക്കി. നീ നോക്കണ്ട, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. അമ്മ അവളെയാണ് പറയുന്നതെങ്കിലോ? ത്രിലോക് ഒരു നിമിഷം ആലോചിച്ചു. അറിയില്ല. അവൻ വീണ്ടും വർക്കിലേക്ക് തിരിഞ്ഞു. നിനക്ക് പറ്റില്ലെന്ന് പറയാൻ പാടില്ലേ? അജി ചോദിച്ചു. വാക്ക് കൊടുത്തുപോയി. എത്രയാണെന്ന് കരുതി അപ്പച്ചയെ ഞാൻ കണ്ടില്ലെന്ന് വെക്കും. വൈച്ചുവിൻ്റെ കാര്യങ്ങൾ നുണ പറഞ്ഞ് നമ്മൾ വിവാഹം നടത്തിയതല്ലേ? അതിനുള്ള ശിക്ഷയാവും ചിലപ്പോൾ വൈച്ചുവിനെ, ത്രിലോക് പറഞ്ഞു. കോപ്പ്, ഇതൊക്കെ അയാളുടെ പണിയാ. വിശാഖൻ്റെ. എന്നെ കിട്ടിയില്ലെങ്കിൽ നിന്നെ. അല്ലെങ്കിൽ നീ നോക്കിക്കോ. എന്തെങ്കിലും ആവട്ടെ, ഇനി ഒരിക്കൽ കൂടി അപ്പച്ചിയെ എതിർക്കാൻ കഴിയില്ല. അജി പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും എഴുന്നേറ്റു. അപ്പച്ചി വിജയെ തന്നെ ആലോചിക്കണം. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. വിശാഖൻ ചൂണ്ടയിലേറിയെ കൊളുത്തുന്ന പോലെ അവളെ എൻ്റെ മുന്നിൽ കൊണ്ടുതരും. ത്രിലോക് കൈ രണ്ടും തലയ്ക്ക് പിന്നിലേക്ക് വെച്ച് ചെയറിൽ ചാഞ്ഞിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അമ്മയോടും അച്ഛനോടും സന്തോഷ വാർത്ത പറഞ്ഞു. അവർക്കുടനെ അവളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ മുരുകൻ്റെ ഫോണിൽ വീഡിയോ കോൾ ഓൺ ചെയ്തു കൊടുത്തു. പക്ഷേ ത്രിലോക് അവളെ കാണാനോ നോക്കാനോ ഫോണിൻ്റെ മുമ്പിൽ നിൽക്കാനോ പോയില്ല. അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നുണ്ടെങ്കിലും വൈച്ചുവിൻ്റെ കണ്ണുകൾ ചുറ്റും പായുന്നുണ്ടായിരുന്നു. ഫോൺ കട്ടായി. ത്രിലോക് അന്ന് നേരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങി 7 മണിക്ക്. കുറച്ചു ദൂരം നടന്നതും കാർ വന്നു നിന്നു. ഗ്ലാസ് ഉയർത്തി വെച്ച് ഡ്രൈവർ AC ഓൺ ചെയ്തു. ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ ത്രിലോക് ചിരി കടിച്ചു പിടിച്ച് ഫോൺ അറ്റൻഡ് ചെയ്തു. വൈച്ചുട്ടി. വൈച്ചു. ഗൗരവത്തോടെ ഒന്ന് അമർത്തി മൂളി അവൾ. നമ്മുടെ വാവ ഉറങ്ങിയോടാ? ത്രിലോകിൻ്റെ സ്വരത്തിൽ വാത്സല്യം കുസൃതിയും കലർന്നു. ചിരി കടിച്ചമർത്തി വൈദു ഗൗരവത്തോടെ മൂളി. മാത്രമേ ഉള്ളൂ. എന്താ പ്രശ്നം? ത്രിലോക് ചോദിച്ചു. എന്ത് പ്രശ്നം? അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല. ഇല്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നേ? സംസാരിക്കാൻ അറിയില്ലേ? അറിയാം, പക്ഷെ സംസാരിച്ചാൽ ശരിയാവില്ല. അതെന്താ? അതെന്തിനാ ത്രിലോക് അറിയുന്നേ? പിന്നെ ഞാൻ അറിയാതെ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ അതെൻ്റെ കുഞ്ഞിനെ ബാധിക്കും. ഓ, കുഞ്ഞിനെക്കുറിച്ച് വിചാരമുള്ള ഒരു അച്ഛൻ. ഈ നേരം വരെയായിട്ട് ത്രിലോക് എന്നെ ഒന്ന് വിളിച്ചോ? വീഡിയോ കോൾ ചെയ്തിട്ട് പോലും എന്നെ നോക്കിയോ? രാവിലെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ആളാ. കുഞ്ഞുങ്ങളെപ്പോലെ പരാതി പറയാൻ തുടങ്ങിയതും അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഓ, അതാണോ? ഇന്ന് വർക്ക് വളരെ കൂടുതലായിരുന്നു. ഐ ആം സോ ടയേർഡ്. ത്രിലോക് വളരെ തളർച്ചയോടെ പറഞ്ഞപ്പോൾ വായുധ പിന്നെ ഒന്നും പറയാൻ പോയില്ല. വൈച്ചു പോയോ? അവൻ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി സ്ക്രീനിലേക്ക് നോക്കി. ലൈറ്റ് ഓഫാണ്, പക്ഷേ ഇപ്പോഴും കോൾ കണക്റ്റാണ്. പറഞ്ഞോ, വായുധ പറഞ്ഞു. അതിനാണോ എൻ്റെ വൈഫി പിണങ്ങിയത്? ഞാൻ പിണക്കം മാറ്റാലോ. ഇന്ന് മുഴുവൻ നമുക്ക് സംസാരിച്ച് നേരം വെളുപ്പിക്കാം. എന്തേ? എനിക്കൊന്നും വയ്യ. ത്രിലോക് തന്നെത്താനെ ഇരുന്ന് സംസാരിച്ചാൽ മതി, വായുധ പറഞ്ഞു. നീ കഴിച്ചോ? ഇല്ല. എന്തേ? ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് വിളിക്കാം. ത്രിലോക് എന്നെ ഇനി വിളിക്കണ്ട. വായുധ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. ഫീലിങ്സ് അറിയാത്ത തെണ്ടി. വായുധ അവനെ നല്ലപോലെ സ്മരിച്ചു. അച്ഛൻ ഇങ്ങനെയാണെങ്കിലും പാവാട്ടോ വാവേ. അച്ഛയുടെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ച കാരണം അച്ഛൻ്റെ സ്നേഹമൊന്നും അറിയാതെ വളർന്നതല്ലേ. അതുകൊണ്ട് അച്ഛയ്ക്കും അറിയില്ല വാവയോട് എങ്ങനെ സ്നേഹം കാണിക്കണമെന്ന്. ത്രിലോകിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് വായുധ കുഞ്ഞിനോട് അച്ഛനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. അമ്മ പോയി കഴിക്കാട്ടോ, വാവയ്ക്കും വിശക്കില്ലേ? അല്ല, ആ അച്ഛൻ്റെ അല്ലേ നീ? വിശന്നാൽ കണ്ണു കാണില്ല അച്ഛന്, വായുധ ചിരിയോടെ പറഞ്ഞിട്ട് കഴിക്കാൻ എഴുന്നേറ്റു. കഴിച്ചു വെറുതെ TV കണ്ട് വെറുതെ ഇരുന്നു. സമയം 11 ആവുന്നു. ഈ സമയമായിട്ടും ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ടില്ല. സ്വയം കട്ടാക്കിയത് കൊണ്ട് തിരികെ വിളിക്കാൻ അഭിമാനം സമ്മതിക്കുന്നില്ല.
ഒരു സന്തോഷ വാർത്ത പറഞ്ഞിട്ട് 12 മണിക്കൂറായി. ഈ നേരം വരെയായിട്ട് ഏഹേ, ഇങ്ങനെ ഒരു മനുഷ്യൻ. എന്തോ വല്ലാത്ത സങ്കടം തോന്നി. ആദ്യ കുഞ്ഞ് നഷ്ടമായതുകൊണ്ട് ത്രിലോക് അപ്പോൾ തന്നെ ഓടി വരുമെന്ന് കരുതി ബെഡിൽ കിടന്ന് വെറുതെ കണ്ണടച്ചു കിടന്നു. ഉറക്കമാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോലും വരുന്നില്ല. ഗേറ്റിൽ കാർ നിർത്തുമ്പോൾ സമയം 11 ആയി. ഇതിലും നേരത്തെ എത്തണമായിരുന്നു. അതിനിടയിൽ ഒരു ചെറിയ ഷോപ്പിംഗ് കൂടി ചെയ്യേണ്ടി വന്നു. രാവിലെ അവൾ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് കരുതിയതാണ്. ഗേറ്റ് തുറന്ന് വേഗത്തിൽ ഓടി. ഡോറിൽ തന്നെ മുരുകൻ നിൽക്കുന്നുണ്ട്. കൺഗ്രാറ്റ്സ് സാർ. മുരുകൻ ത്രിലോകിന് കൈ കൊടുത്തു. ത്രിലോക് ആ കൈവലിച്ച് അവനെ പുണർന്നു. താങ്ക്സ്. ത്രിലോക് മുരുകൻ്റെ പുറത്തു തട്ടി. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. മുരുകൻ ചിരിച്ചു. ത്രിലോക് ഒച്ചയുണ്ടാക്കാതെ സ്റ്റെപ്പ് കയറി ഡോർ മെല്ലെ തള്ളി. വരണ്ട, എനിക്കും എൻ്റെ കുഞ്ഞിനും അച്ഛൻ വേണ്ട. അല്ലട മുത്തേ. തലയിലൂടെ പുതപ്പിട്ട് പിറുപിറുക്കുന്നവളെ കണ്ടപ്പോൾ ത്രിലോക് അവിടെ തന്നെ നിന്നു. ഓ കണ്ടില്ലേ, ഞാൻ കരുതി കണ്ട കാരണമാവുമെന്ന്. ത്രിലോക് മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്നു. വൈദു പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. കുറച്ചു നേരം ത്രിലോകിനെ ചീത്ത വിളിച്ചിട്ട് കുഞ്ഞിനെ സമാധാനിപ്പിക്കും. അച്ഛനെ തിരക്കാണ് ബാവേ എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു. വൈച്ചു. ത്രിലോക് വിളിച്ചു. പിറുപിറുക്കൽ പെട്ടെന്ന് നിർത്തി വൈദു മുഖത്ത് നിന്ന് പുതപ്പ് മാറ്റി. ത്രിലോക് വിശ്വാസം വരാതെ ചാടി എഴുന്നേറ്റു. ഏയ് മെല്ലെ. ത്രിലോക് പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ പിടിച്ചു. ഓ ഞാൻ മറന്നു, സോറി, വൈദു പറഞ്ഞു. കഴിച്ചോ? ത്രിലോക് അവളുടെ കവിളിൽ കൈ ചേർത്തു. വൈദു മുഖം തിരിച്ചു. നമുക്ക് മുകളിൽ പോയാലോ? ത്രിലോക് പറഞ്ഞു. എവിടെ? ടോപ്പിലേക്ക് പോയിട്ടുണ്ടോ? മുരുകൻ സമ്മതിക്കില്ല. അവൾ തൻ്റെ ചുമൽ ഉയർത്തി താഴ്ത്തി. ത്രിലോക് ചിരിച്ചു. വാ, ഒന്ന് പോയിട്ട് വരാം. എനിക്ക് വയ്യ, ഫുഡൊക്കെ കുറേ കഴിച്ചതാ. അവൾ ക്ഷീണത്തോടെ അവനെ നോക്കി. വാ. വൈദു മടുപ്പോടെ എഴുന്നേറ്റു. പൊടുന്നനെ ത്രിലോക് അവളെ ഇരുകൈയിലും കോരിയെടുത്തു. അവൾ പെട്ടെന്ന് പായിച്ചു. എന്താ? വൈദു മിഴിച്ചു നോക്കി. മുകളിലേക്ക് പോവാം. ത്രിലോക് അവളെ കയ്യിൽ ഒന്നുകൂടെ ബാലൻസ് ചെയ്ത് മുകളിലേക്ക് നടന്നു. മുകളിലേക്ക് സ്റ്റെപ്പ് കണ്ട വൈദു പാകപ്പോടെ നോക്കി. ഇത്രയധികം സ്റ്റെപ്സ് വേണ്ട ത്രിലോക്, വൈദു പറഞ്ഞു. പിന്നെ എന്തിനാ ഇതൊക്കെ നിന്റെ കെട്ടിയോനിങ്ങനെ ഉരുട്ടിക്കയറ്റി വെച്ചേക്കുന്നേ? ത്രിലോക് തൻ്റെ 6 പാക്ക് കാണിച്ച് അവളുടെ നെറ്റിയിൽ തലമുട്ടിച്ചു. ഓ എന്നാ കയറിക്കോ, എനിക്കെന്താ? വൈദു അതും പറഞ്ഞ് അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി. ത്രിലോക് അവളെ എടുത്ത് ഓരോ സ്റ്റെപ്പും കയറി ഏറ്റവും ടോപ്പിലെത്തി. വൈദു മുകളിലെ കാഴ്ച കണ്ട് ത്രിലോകിനെ നോക്കി. അവിടം ആകെ ലൈറ്റുകൾ തെളിഞ്ഞു. ചുറ്റും മാല ബൾബുകൾ. നേരെയായി കണ്ട ലൈറ്റ് വർക്ക് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ലൈറ്റ് കൊണ്ട് വൈച്ചു എന്നും കൂടെ ഒരു ഹാർട്ടും. അതിന് മുമ്പിലായുള്ള ചെറിയ ടേബിളിൽ ഒരു കേക്കും. വൈദു കേക്കിൽ വന്നു നോക്കി. അവിടെയും ലവ് യു വൈച്ചു, കൂടെ ഹാർട്ടും. വൈദു കണ്ണു നിറച്ച് അവനെ നോക്കി. ഓടിപ്പാഞ്ഞു വന്ന് അവനെ പുണർന്നു. കാലുകൾ രണ്ടും അവൻ്റെ ഇടുപ്പിലൂടെ പിണച്ചു വെച്ചു. ലവ് യു ഡിയർ. ത്രിലോക് അവളുടെ കാതിൽ മെല്ലെ കടിച്ചു. എന്താ ത്രിലോക് ഇതൊക്കെ? വൈദുവിൻ്റെ സ്വരം ഇടറി. ത്രിലോക് കണ്ണു ചിമ്മി അവളെ പിടിച്ച് കേക്ക് കട്ട് ചെയ്യാൻ നിർത്തി. വൈദു കേക്ക് കട്ട് ചെയ്ത് ത്രിലോകിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. ത്രിലോക് ഒരു പീസ് എടുത്ത് വൈച്ചുവിനും കൊടുത്തു. വേറെ ഒന്നുകൂടെ ഉണ്ട്. എന്ത്? ഫസ്റ്റ് യു ക്ലോസ് യുവർ ഐസ്. വൈദു ചുണ്ടുകൂട്ടി കണ്ണുകൾ അടച്ചു. ത്രിലോക് ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഓപ്പൺ യുവർ ഐസ്, ത്രിലോക് പറഞ്ഞു. വൈദു കണ്ണുകൾ തുറക്കുമ്പോൾ ത്രിലോക് അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്, കയ്യിൽ ചെറിയ ബോക്സ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട്. എന്താ ഇത്? നോക്ക്, ത്രിലോക് പറഞ്ഞു. വൈദു അത് മെല്ലെ തുറന്നു നോക്കി. അവളുടെ മിഴികൾ തിളങ്ങി. ചെയിനോ? വൈദു പറഞ്ഞു. ചെയിൻ തന്നെ, പക്ഷേ കഴുത്തിലിടാനുള്ളതല്ല. പിന്നെ ദാ ഇവിടെ. ത്രിലോക് അവളുടെ വയറിലേക്ക് മുഖമമർത്തി. താ. ത്രിലോക് അവളുടെ കയ്യിൽ നിന്നും അരഞ്ഞാണം വാങ്ങി. ഇത് ഡയമണ്ട് ആണോ? അതിൽ നിറയെ വെള്ളക്കല്ലുകൾ കണ്ട് വൈദു ത്രിലോകിനെ നോക്കി. ത്രിലോക് അരഞ്ഞാണം കയ്യിലെടുത്ത് അതിൻ്റെ കൊളുത്ത് വിടുവിച്ചു. വായിൽ കടിച്ചു പിടിച്ചു. പിന്നെ 2 കൈകൊണ്ടും അവളുടെ ടോപ്പ് ഉയർത്തി പിടിക്ക്. വൈദു 2 ഭാഗത്തു നിന്നും ടോപ്പ് ഉയർത്തി പിടിച്ചു. ത്രിലോക് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അതിൻ്റെ കൊളുത്തിട്ട് കടിച്ചു. അവൻ്റെ പൊടിമീശയും താടിയും വയറിലൊറിഞ്ഞപ്പോൾ വൈദു ഒന്ന് വിറച്ചു. പിടയ്ക്കാതെ പെണ്ണെ, ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. ത്രിലോക് ചെയിൻ കടിച്ചുകൊണ്ട് വൈദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മുഖം ഇക്കിളിയോടെ ചുളിച്ചു പിടിച്ചിരിക്കുകയാണ് വൈച്ചു. ത്രിലോക് അത് കടിച്ചു പിടിച്ച് ചിരിച്ചു. വൈദുവിൻ്റെ ഇടുപ്പിൽ അരഞ്ഞാണം ഇട്ടുകൊടുത്ത് അവൻ കുറച്ച് തല പിന്നിലേക്കാക്കി നോക്കി. പപ്പയുടെ വക ഫസ്റ്റ് ഗിഫ്റ്റ്. ത്രിലോക് അവളുടെ നേവലിൽ അമർത്തി ചുംബിച്ചു. വൈദു വിറയലോടെ ചുറ്റും നോക്കി. ത്രിലോക് ആരെങ്കിലും കാണും, വൈദു പറഞ്ഞു. അതിന് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല, ഇനി വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ?
ത്രിലോക് കുസൃതിയോടെ ചുണ്ടുകടിച്ചതും വൈദവനെ തള്ളിമാറ്റി. പിറയിലേക്ക് വീണ ത്രിലോക് കയ്യിലെ പൊടി തട്ടിക്കളഞ്ഞ് ചിരിയോടെ എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഇല്ല, ഇതെൻ്റെ വാവയ്ക്ക് മാത്രം. എൻ്റെ വാവ വലുതാവുന്നതിനനുസരിച്ച് ഈ ചെയിൻ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊളുത്തിയിടണം. ഓക്കെ, ത്രിലോക് പറഞ്ഞു. ഓ, വൈദ മുഖം കൂട്ടി. ത്രിലോക് ചിരിയോടെ അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്തു. വീട്, വാവയെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എന്നെ വേണ്ട. വാവ ഗിഫ്റ്റോ? നെവർ. വാവയെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളുടെ മൂക്കിന്മേൽ മൂക്കുരസി. ആകാശത്തമ്പിളി പോലും നാണം തോന്നി മേഘങ്ങൾക്കിടയിലേക്ക് പോയി.